Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. മക്കളെയൊക്കെ കൊണ്ടുവന്നാക്കാനായിട്ട് പോയോ സ്കൂളില്? സ്കൂളിൽ പോയായിരുന്നു അന്ന്? പോയിട്ട് വന്നു. ഇവിടെ 9-ാം തീയതി തുടങ്ങണം. 9-ാം തീയതി തുടങ്ങുള്ളൂ. എവിടെയാണ്? അത് CBSE ആണ് അവർക്ക്. ഓ CBSE ആയതുകൊണ്ടല്ല, മുസ്ലിംസ് നമ്മൾ സ്കൂൾ ആയതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടാ തോന്നുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഉദിത്തുല്ലാസ് എന്ത് ചെയ്യുവാണ്? ഉദിത്ത് എന്നല്ലേ പേര്? എന്ത് ചെയ്യുവാ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തത്. അതില് ഒരു 3 പോയിന്റ് പറഞ്ഞാണ് നിർത്തിയത് അല്ലേ? നെക്സ്റ്റ് വൺ വാട്ട് ഈസ് അഡ്മിഷൻ ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, വാട്ട് ഈസ് അഡ്മിഷൻ തുടങ്ങി ടൈപ്സ് ഓഫ് അഡ്മിഷൻ വരെ ഒന്ന് വായിക്കുക, മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലേ? ഓക്കെ, ഫിനിഷ് ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അഡ്മിഷൻ. വാട്ട് ഈസ് അഡ്മിഷൻ? ഇറ്റ് മീൻസ് allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. Okay, observation എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ചികിത്സ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു രോഗിയെ, ഒരു പേഷ്യന്റ്, ഓക്കെ, അയാൾ അനുഭവിക്കുന്ന രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ രോഗത്തിന്റെ നിരീക്ഷണത്തിനായിട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിനായിട്ട് ചികിത്സയ്ക്കായിട്ട് എന്താണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു രോഗിയെ അയാൾ അനുഭവിക്കുന്ന രോഗത്തിനുള്ള നിരീക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിന്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ അലൗ ചെയ്യുക എന്നതാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫീവർ ആയിട്ട് ചെല്ലുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അയാൾ അതുമൂലം ധാരാളം ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ
വീക്ക്നെസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ. അയാൾ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളുമായിട്ടാണ് ആ വ്യക്തി ഇവിടെ ചെല്ലുന്നത്, ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ ആ വ്യക്തിയെ ആ ഫീവർ ആയിട്ടുള്ള ആളെ നിരീക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങൾക്കുമായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അദ്ദേഹത്തെ അവിടെ അനുവദിക്കുക അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ അടുത്തത് പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് എന്താണെന്നാണ് അപ്പൊ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസ് വരിക? ഫസ്റ്റ് വൺ, ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ. എന്താണ്? അതായത് വരുന്ന രോഗികൾക്ക് അടിയന്തരമായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുക എന്നുള്ളതാണ് അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾ എന്ത് ചെയ്യാറുണ്ട്? കൂടുതൽ കെയർ കൊടുക്കാറുണ്ട് അല്ലെ. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എന്ത് ചെയ്തു കൊടുക്കാറുണ്ട്? ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോ അവർക്ക് എത്രയും പെട്ടെന്ന് പരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നു. അല്ലെങ്കിൽ അടിയന്തര പരിചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? അഡ്മിഷൻ നടത്തുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഓക്കെ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ രോഗിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ്, ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യന്റ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? അതായത് രോഗിക്ക് ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ രോഗിയെ കൂടുതൽ എന്താ പറയാ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അഡ്മിഷന്റെ ഉദ്ദേശമായിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അസുഖമായിട്ട് വരുമ്പോൾ പേഷ്യന്റ് എന്ത് ചെയ്യാറുണ്ട്? അതായത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ പേഷ്യൻസിന്. അതായത് അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് അവരുടെ മെന്റൽ സ്റ്റേറ്റസ് ആണ്. അതായത് ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും. അസുഖങ്ങൾ വരുമ്പോൾ അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാൻ മരിച്ചു പോവോ, അങ്ങനെയുള്ള പേടികളൊക്കെ ആയിട്ടാണ് പേഷ്യൻസ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാതെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാര് അവരുടെ സേഫ്റ്റിക്ക് പ്രയോറിറ്റി നൽകി അല്ലെങ്കിൽ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ നടത്താറുണ്ട് അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ രാത്രിയൊക്കെ എന്തെങ്കിലും ഒരു വയറുവേദനയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ ഒക്കെ ആയിട്ട് പേഷ്യന്റ് വരുവാണ്, ഉടനെ തന്നെ വീട്ടിലോട്ട് പറഞ്ഞയക്കാറുണ്ടോ? രാത്രി വരുന്ന പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിലായിരിക്കും കാണിക്കുക അല്ലെ, ഒപ്പി ഉണ്ടാവില്ല. പറഞ്ഞയക്കാറുണ്ടോ? അപ്പൊ തന്നെ രാത്രിയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇല്ല അല്ലെ, പറഞ്ഞയക്കാറില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞയക്കാത്തത്? അതായത് അവരുടെ കംഫർട്ട്, അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിയെ മുൻനിർത്തിയാണ് അവരെ വീട്ടിലേക്ക് അപ്പൊ തന്നെ പറഞ്ഞയക്കാത്തത്. അപ്പോ ഈ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള കംഫർട്ടിനും അതുപോലെ തന്നെ സേഫ്റ്റിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. അപ്പൊ അതൊരു പർപ്പസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു റിസീവ് ദ പേഷ്യന്റ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. അതുപോലെ തന്നെ രോഗിയുടെ അവസ്ഥയനുസരിച്ച് അഡ്മിഷൻ ആയിട്ട് വാർഡിൽ സ്വീകരിക്കുന്നു. ഓരോ രോഗിയുടെയും അവസ്ഥയനുസരിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും എവിടെ റിസീവ് ചെയ്യുന്നത്? വാർഡിൽ അവരെ റിസീവ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ വാർഡുകളായിരിക്കും കൊടുക്കുന്നത് അല്ലെ. രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ രോഗം അനുസരിച്ചിട്ടൊക്കെ എന്താണ് വാർഡുകൾ വ്യത്യാസപ്പെടാം. ജനറൽ വാർഡുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡുകളുണ്ട്. നിങ്ങൾ വാർഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കും. അപ്പോ പലതരം വാർഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ ഇത്തരത്തിൽ എന്താണ് പല വാർഡുകൾ ഉണ്ടാവാം. അപ്പോ അതിനനുസരിച്ച് രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഓരോ രോഗിയും എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? വാർഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതൊരു പർപ്പസ് ആണ്. നെക്സ്റ്റ് വൺ, ടു ബി റെഡി ഫോർ എനി എമർജൻസി. പിന്നെ അതുപോലെ തന്നെ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് എമർജൻസി കേസുകളിൽ എന്താണ് ജാഗരൂകരായിട്ടിരിക്കാൻ അല്ലെങ്കിൽ തയ്യാറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പേഷ്യന്റ് നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റിന് എന്ത് ചെയ്യാറില്ല? ഉടനടി തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാറില്ല. കാരണം ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ മോശമാകാനുള്ള ചാൻസസ് കൂടുതലാണ്.
അപ്പോ എമർജൻസി കണ്ടീഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനടി ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? വാർഡുകളിൽ അഡ്മിറ്റ് ആക്കാറുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാറുണ്ട്. എമർജൻസി കേസുകള് എന്താ പറയാ, എമർജൻസി കേസുകളിൽ പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വരുമ്പോൾ റെഡി ആകുന്നതിന് വേണ്ടിയിട്ട് കൂടി അഡ്മിഷൻ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. The next point, to obtain information about the client so as to establish a therapeutic nurse-patient relationship. അതുപോലെ തന്നെ ഈ അഡ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ, അതായത് രോഗിയെ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അവിടെ ഒരു റിലേഷൻ വരുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആര് തമ്മിലുള്ള റിലേഷൻ അവിടെ കൂടുതലായിട്ട് കാണുന്നത്? അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിൽ ആരായിട്ടായിരിക്കും ഒരു കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത്? അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് നേഴ്സുമായിട്ട് അല്ലേ? ഓക്കെ, അതായത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിൽ ഭൂരിഭാഗവും റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അവിടെയുള്ള നേഴ്സുമായിട്ടാണ് അല്ലെ? അവരുണ്ടെങ്കിൽ, അതായത് അവരുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ആരെടുക്കും? നേഴ്സ് എടുക്കും അല്ലെ? അതായത് ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, അവരുടെ കറന്റ് സ്റ്റേറ്റസ് എന്താണെന്നൊക്കെ ആരാണ് വിലയിരുത്തുന്നത്? നേഴ്സാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ നേഴ്സാണ് ഇത് ആരോട് പറയാ? ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഡോക്ടർ ഇല്ലാത്ത സമയത്തും ഈ രോഗിയെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നഴ്സസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ നഴ്സും അതുപോലെ തന്നെ ഈ പേഷ്യന്റിന് തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ആർക്ക് മനസ്സിലാവൂ? നഴ്സിനെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതും ഒരു പോയിന്റ് ആണ്. പിന്നെ അടുത്ത പോയിന്റ്, ടു ഇവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി കെയർ. അതായത് പേഷ്യൻസിനെയും അതുപോലെ തന്നെ ഫാമിലിയെയും, അതായത് പേഷ്യൻസിന്റെ ഫാമിലിയെ അവരുടെ പരിചരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമുക്കറിയാം ഇപ്പോ രോഗി കിടക്കുമ്പോൾ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കാം അല്ലെ? പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ എവിടെ നിൽക്കാം? പേഷ്യന്റെ കൂടെ നിൽക്കാം. അപ്പൊ ആ ഒരു പരിചരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു രോഗിക്ക് കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് അവിടെ ഫാമിലി മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തുന്നതിനും എന്താണ് ഒരു പർപ്പസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫാമിലി മെമ്പേഴ്സിന്റെ അവര് കൊടുക്കുന്ന കെയർ കൂടി ഇവോൾവ് ചെയ്യിപ്പിക്കാനാണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നത്. ലാസ്റ്റ് വൺ, ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. അതുപോലെ തന്നെ പേഷ്യന്റിനെയും അതുപോലെ തന്നെ ഫാമിലിയെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്താണ് അഡ്മിഷൻ പ്രൊസീജിയർ നടത്താം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എത്ര തരത്തിലുള്ള അഡ്മിഷൻ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് വായിച്ചപ്പോ മനസ്സിലായി കാണും. 2 തരത്തിലുള്ള അഡ്മിഷൻ ആണ് ഉള്ളത്. വൺ ഈസ് എമർജൻസി അഡ്മിഷൻ ആൻഡ് അതർ വൺ ഈസ് റൂട്ടീൻ അഡ്മിഷൻ. 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എക്സാമ്പിൾ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള അഡ്മിഷൻ ആണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാല് എമർജൻസി അഡ്മിഷൻ ആണ്. രണ്ടാമത്തത് റൂട്ടീൻ അഡ്മിഷൻ ആണ്. അപ്പൊ എന്താണ് എമർജൻസി അഡ്മിഷൻ എന്ന് നമുക്ക് നോക്കാം. Clients are admitted with the acute condition requiring immediate treatment. Example, client with the heart attack, accidents, poisoning, etc. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് എമർജൻസി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഉടനടി ചികിത്സ ആവശ്യമുള്ള ഗുരുതരാവസ്ഥയിലുള്ളവരെയാണ് എമർജൻസി അഡ്മിഷന് വിധേയരാക്കുന്നത്. എന്താണ് എമർജൻസി അഡ്മിഷൻ? ഇവിടെ ക്ലയന്റ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷനിലുള്ളവരെ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയാണ് എമർജൻസി അഡ്മിഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്. ഇവിടെ ക്ലയന്റ് എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന പേഷ്യൻസ്, അതുപോലെ ആക്സിഡന്റുമായിട്ട് വരുന്ന പേഷ്യൻസ്, പോയ്സണിങ് വിഷബാധ ഏറ്റു വരുന്ന പേഷ്യൻസ്, ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ എമർജൻസി അഡ്മിഷൻ ഉള്ള പേഷ്യൻസ് ആണ്.
ഇവരെ എടുക്കുന്നത് ഏത് തരം അഡ്മിഷനിലേക്കാണ്? എമർജൻസി അഡ്മിഷനിലേക്കാണ് ഇവരെ എടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് എമർജൻസി പേഷ്യൻസ് ആണ് കേട്ടോ. എമർജൻസി അഡ്മിഷൻ എടുക്കുന്ന പേഷ്യൻസ് ഏത് തരത്തിലുള്ള പേഷ്യന്റ് ആണ്? എമർജൻസി പേഷ്യന്റ് ആണ്. ഓക്കെ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യൂട്ട്. അത് എന്തായാലും എക്സാമിന് ഉണ്ടാവും. എമർജൻസി അഡ്മിഷൻ, ക്ലയൻസ് ആർ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻ റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. എക്സാമ്പിൾ ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്, പോയ്സണിംഗ്, എക്സെട്ര. Okay. Then other one, routine admission. Clients are admitted for investigation and planned treatment and surgeries. Example, client with hypertension, diabetes, bronchitis, etc. ഇവിടെ എന്താ പറയുന്നത്? റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാല് അതായത് സാധാരണയായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ആസൂത്രിതമായിട്ടുള്ള ട്രീറ്റ്മെന്റിനും ശസ്ത്രക്രിയകള് സർജറിക്കുമായിട്ട് രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഒരു ഇതാണത് റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്ലയൻസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുൻപേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ മുൻപേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ എന്താണ് രോഗികള് എന്താണ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് അതായത് ആ ഒരു നിമിഷം ഉണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ, അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ അതൊക്കെ സ്പോട്ടിൽ വരുന്നതാണ്. ഇതൊക്കെ എമർജൻസി അഡ്മിഷൻ ആണ്. എന്നാൽ ഈ റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ഒരു സർജറി വേണ്ടി വന്നു എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്നു വിചാരിക്കാം. ഇപ്പോ എന്താ പറയാ കിഡ്നിക്ക് തകരാറായിട്ടോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിന് ആവശ്യമായിട്ട് രോഗി വരുവാണെങ്കിൽ രോഗി എന്ത് ചെയ്യും? മുമ്പേ തന്നെ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാം, ഇത്ര തീയതി മുതൽ ഇത്ര വരെ അഡ്മിറ്റ് ആവാം എന്ന് പറയുന്നത് നേരത്തെ തന്നെ എന്താണ് പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് ആകുന്ന കേസുകളാണ് റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഡിസീസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ഉണ്ട്, അതുപോലെ ഫീവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? റൂട്ടീൻ അഡ്മിഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോ ഇങ്ങനെ മുൻകൂട്ടിയുള്ള ചികിത്സയ്ക്കും അതുപോലെ തന്നെ സർജറീസിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ പേഷ്യൻസ് പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് ആവാറുണ്ട്. ഇതിനെ റൂട്ടീൻ അഡ്മിഷൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ, പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ്, പിന്നെ ബ്രോങ്കൈറ്റിസ്, ആസ്മ രോഗികള്, അതുപോലെ ഷുഗർ പേഷ്യൻസ്, ഇവരൊക്കെ എന്താണ് അഡ്മിറ്റ് ആക്കുന്നത്? റൂട്ടീൻ അഡ്മിഷൻ ആയിട്ടാണ് അഡ്മിറ്റ് ആക്കുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമർജൻസി അഡ്മിഷനും ഇമ്പോർട്ടന്റ് ആണ്, റൂട്ടീൻ അഡ്മിഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. നിങ്ങൾ ഇതൊന്ന് വായിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് വായിക്കുക. എവിടെ തുടങ്ങിയാണെന്ന് വെച്ചാല് അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങി അഞ്ചാമത്തെ പോയിന്റ് വരെ റിസീവിംഗ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ കേട്ടോ. അഡ്മിഷൻ പ്രൊസീജിയർ വായിക്കുക, ദെൻ റെസ്പോൺസിബിലിറ്റീസ് വായിക്കുക, മെഡിക്കൽ എക്സാമിനേഷൻ, ട്രാൻസ്പോർട്ടിംഗ്, then receive the patient.
തമ്പ് ചെയ്യാട്ടോ, വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാ. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താണെന്ന് അല്ലേ. അപ്പൊ അഡ്മിഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. വായിച്ചപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. OPD-യിലൂടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ. ഫസ്റ്റ് തന്നെ റിസീവിംഗ് ദ പേഷ്യന്റ്. The personnel in the admitting department should greet and make the patient feel comfortable. അതായത് ആദ്യം തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നുണ്ട് അല്ലെ, റിസീവ് ചെയ്യുന്നു. രോഗികൾ വരുമ്പോൾ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവരെ ആദ്യം റിസീവ് ചെയ്യുന്നു. അപ്പോ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, അവരെ കംഫർട്ടബിൾ ആക്കുന്നു, നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ധാരാളം എന്താ പറയാ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് കണ്ടീഷനുമായിട്ടാണ് രോഗികൾ വരുന്നത്. അപ്പോ അവരെ നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക, അവരെ വെൽക്കം ചെയ്യുക, അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? പേഷ്യന്റിനെ അവർ സ്വീകരിക്കുക ചെയ്യുന്നത്. എങ്ങനെയാ സ്വീകരിക്കുന്നത്? നല്ല രീതിയിൽ വെൽക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്നത്. വേറൊരു കാര്യം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ എമർജൻസി കണ്ടീഷൻസ് no time should be wasted to start the treatment. The manner in which a doctor or nurse receive the client is the most important aspect of reception in case of emergency. ഇനി എമർജൻസി കണ്ടീഷനിൽ ആളുകളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷനിലുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ചിലപ്പോൾ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തികൾക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാനോ വെൽക്കം ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് അവരെ വെൽക്കം ചെയ്യാത്ത അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി കേസുമായിട്ട് വരുന്ന പേഷ്യൻസിനെ എന്തുകൊണ്ടായിരിക്കാം? ഒന്ന് കമന്റ് ചെയ്യാമോ? എന്തുകൊണ്ടായിരിക്കാം? അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, പ്രത്യേക ഒരു കാര്യം പറയുന്നത് നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. അതായത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനില്ല. ഇപ്പൊ ഗ്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കാനോ ഒന്നും നോക്കാറില്ല. പകരം എത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് നോക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആയിരിക്കില്ല അത് റിസീവ് ചെയ്യുക. പകരം ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ ആയിരിക്കും ആ പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നത്. എമർജൻസി കേസ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആയിരിക്കില്ല. പകരം ആരാണ്? ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കും. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാ രോഗികളെയാണ് അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ വന്ന് എന്താ പറയാ ഗ്രീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയാണ്. Clerk in record section records data essential for identification of clients, social data, name, age, sex, education, address, occupation, religion, income, marital status, telephone number, etc. ഇത് രണ്ടാമത്തേത് എന്താണ് ഇവിടെ പറയുന്നത്? അതായത് റെക്കോർഡിംഗ് സോഷ്യൽ ഡാറ്റ, അതായത് പേഷ്യന്റിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ആരാണ് കളക്ട് ചെയ്യുന്നത്? റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് വന്ന് എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ ഡാറ്റ, അതായത് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റാസ് ശേഖരിക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്? ഓരോ പേഷ്യൻസും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ ഡാറ്റ ആരെ കളക്ട് ചെയ്യുന്നത്? റെക്കോർഡ് സെക്ഷനിലെ ക്ലർക്ക് വന്ന് കളക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡാറ്റ എന്ന് പറയുമ്പോൾ? എന്തൊക്കെ വിവരങ്ങളാണ് കളക്ട് ചെയ്യുക? പേഷ്യന്റിന്റെ പേര് എന്താണെന്ന് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഏജ് എത്രയാണ്, സെക്സ് ആണ്, സെക്സ് ഏതാണ്, മെയിൽ ഓർ ഫീമെയിൽ, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, ജോലി, റിലീജിയൻ, മതം, ഇൻകം, വരുമാനം, മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ അല്ലയോ എന്ന് നോക്കാറുണ്ട്.
അതുപോലെ ടെലിഫോൺ സ്റ്റാറ്റസ്, അതായത് ടെലിഫോൺ നമ്മൾ സഹിതം എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ക്ലർക്ക് വന്ന് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനെയാണ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോകാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നു. അതായത് എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യാന്നുള്ളത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഏതൊക്കെ വിവരങ്ങളാണ്? നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ എന്നിവയുള്ള പേഷ്യന്റെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത് പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. അതായത് രോഗി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കാറുണ്ട് അല്ലെ? അതായത് അഡ്മിറ്റ് ആയി അതായത് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയും അതുപോലെ മരുന്നുകളും ഇതൊക്കെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് തയ്യാറാക്കാറുണ്ട്? മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. അതായത് പേഷ്യന്റിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ റെഡിയാക്കാറുണ്ട്. എന്താണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്? What is mean by identification bracelet? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കയ്യിലല്ലേ, കയ്യിൽ ഒരു വള പോലെ ഇടും അല്ലെ, ബാങ്കിള് പോലെ അല്ലെ, ബാങ്കിളല്ലേ? പല കളറിൽ ഉണ്ടാവില്ലേ? പല കളറില് അതായത് പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് എന്ത് കൊടുക്കാറുണ്ട്? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കും അല്ലെ? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് അവര് കയ്യിലാണ് ധരിക്കുക അല്ലെ? ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റില്? പേരുണ്ടാവും അല്ലെ? രോഗിയുടെ പേരുണ്ടാകും, വയസ്സുണ്ടാകും, അതുപോലെ തന്നെ ഡോക്ടർ ഏതാണ്, ഡോക്ടറിന്റെ പേരുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റില് ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ് ഇതിന് നമ്മുടെ PDF ഇത് പറയുന്നില്ല. ചില അതായത് ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള പേഷ്യൻസിനാണ് പലതരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ICU കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ബ്ലൂ കളറിലുള്ള ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ് കൊടുക്കുക, ബ്ലൂ കളറിലുള്ള. ഓക്കെ, ഇനി അതുപോലെ തന്നെ വാർഡിൽ കിടക്കുന്നതാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഗ്രീൻ കളറിലുള്ള ബ്രേസ്ലെറ്റ് ആണ് കൊടുക്കുക. അങ്ങനെ പലതരത്തില് പല ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യാറുണ്ട്? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മിക്കവാറും ICUലുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാണാം ബ്ലൂ കളറിലുള്ള ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ രോഗിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമത്തത് കൺസെന്റ് ഫോം സൈൻഡ്. അതായത് ഈ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് എന്ത് വാങ്ങാറുണ്ട്? കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങാറുണ്ട് അല്ലെ? അതായത് രോഗി ഇവിടെ അഡ്മിറ്റ് ആണല്ലോ, അപ്പോ എന്ത് ചെയ്യും? ആ രോഗി ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ അവിടെ തന്നെ ഉണ്ടാവണം അല്ലെ? ചില പേഷ്യൻസ് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോകും അല്ലെ? അതായത് കിടക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അഡ്മിറ്റ് ആവാൻ താല്പര്യമില്ലാത്ത പേഷ്യൻസ്, അതുപോലെ തന്നെ ചികിത്സയുമായിട്ട് യോജിക്കാത്ത, ട്രീറ്റ്മെന്റിനോട് യോജിക്കാത്ത പേഷ്യൻസ്, അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ പറയാതെ പോകും, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഇപ്പൊ ഷോപ്പിലൊക്കെ പോകും പുറത്തേക്ക്. ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിനുള്ളിൽ നമ്മൾ എന്തായിരിക്കും? പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അതൊക്കെ കുറ്റകരമാണ്, പോലീസ് കേസ് ആവും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ രോഗി എങ്ങാനും പുറത്തു പോയാൽ, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട്
എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലുകാര് പേഷ്യന്റിൽ നിന്നും കൺസെന്റ് ഫോം സൈൻ ചെയ്യുന്നു. അതായത് ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിനുള്ളിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. ഇനി അഥവാ പുറത്തു പോയാൽ അത് താങ്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ളൊരു ഷീറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതിനകത്ത് രോഗി സൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കൺസെന്റ് ഫോം എന്ത് ചെയ്യും? സൈൻ ചെയ്ത് വാങ്ങിക്കും. ഈ നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ അണ്ട പറയുന്നത്. ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്, അതായത് ഡോക്ടറിൽ നിന്നുള്ള ഓർഡറുകള് സ്വീകരിക്കുന്നു. അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അയാളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് അല്ലെ. അപ്പൊ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം വാർഡിലുള്ള നേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്റ്റാഫുകളായാലും ചെയ്യുന്നത്. അപ്പൊ ഈ ഡോക്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓർഡറുകൾ സ്വീകരിക്കുന്നത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then next one F ആണ് പറയുന്നത്. ഇൻഫോർമേഷൻ ടു ഫ്ലോർ വാർഡ് നഴ്സ്, അതായത് ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്. അതായത് നമ്മള് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോ രോഗിയുമായി സംബന്ധിച്ച് ഏതൊരു കാര്യമാണെങ്കിലും അത് ഫ്ലോർ വാർഡ് നഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള ഒരു നഴ്സ് ഉണ്ടാവും അല്ലെ എല്ലാ വാർഡുകളിലും. അപ്പൊ അവരെ ഇൻഫോം ചെയ്യണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ ഇൻഫോം ചെയ്യുക. അത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പേഷ്യന്റ് അഡ്മിറ്റ് ആവാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആയി പോകുമ്പോഴൊക്കെ ഈ മെയിൻ ആയിട്ടുള്ള ഒരു നഴ്സിനെ അറിയിക്കേണ്ടത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ നെയിം ഓഫ് അഡ്മിഷൻ, ടൈം ഓഫ് അഡ്മിഷൻ. അതായത് അഡ്മിഷൻ സമയത്ത് വിസിറ്റേഴ്സ് പാസ് ഇഷ്യൂ ചെയ്യാം. അതായത് ഇപ്പൊ രോഗിക്ക് പുറത്ത് പോകണമെങ്കിലോ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത്, അതായത് ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പോകണമെങ്കിലോ, അല്ലെങ്കിൽ ചില ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ഫുഡ് പ്രൊവൈഡ് ചെയ്യാറില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആവുന്ന സമയത്ത് എന്ത് കൊടുക്കും? ഒരു പാസ് കൊടുക്കും അല്ലെ. അത് വിസിറ്റേഴ്സ് വരുമ്പോൾ കാണിക്കാം, അവർക്കും അത് യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ ഫുഡൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ നമ്മൾക്ക് മേടിക്കണമെങ്കിൽ അവിടെയുള്ള രോഗിയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പാസ് കാണിച്ചാൽ മാത്രമാണ് എന്ത് തരിക? ഈ ഒരു ഭക്ഷണം നമുക്ക് തരിക. അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് പോയാല് ഈ പാസ് കാണിച്ചാലാണ് ഈ രോഗി ഇവിടെ നിട്ടെന്നുള്ള തെളിവായിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാലാണ് ഫുഡ് തരിക. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് എൻട്രിക്കൊക്കെ വേണ്ടിയിട്ടും വിസിറ്റേഴ്സ് പാസ് അഡ്മിഷൻ സമയത്ത് കൊടുത്തിരിക്കേണ്ടത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ H ആണ് പറയുന്നത്. A minimum deposit amount is advised by the admission desk staff to be deposited at the account's cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area ward in which the patient is being admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk, for the hospitalization of the patient. Okay. ഇവിടെ എന്താ പറയുന്നേ? അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾ എന്ത് ചെയ്തിരിക്കണം? അതായത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുടെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത തുക ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ആകുന്ന സമയത്ത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫിന്റെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത തുക എന്ത് ചെയ്തിരിക്കണം? നമ്മള് ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതനുസരിച്ച് അവര് നമ്മുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും നമ്മൾക്ക് റൂം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ചില രോഗികൾ റൂമിലായിരിക്കാം, ചില രോഗികൾ വാർഡിലായിരിക്കാം. അത് എന്താ പറയാ, നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് അഡ്മിറ്റ് ആവുന്നത് ആ ഏരിയയിലേക്ക് ആര് നമ്മളെ കൊണ്ടുപോകും? ഈ സ്റ്റാഫുകൾ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഇനി നമ്മൾ അടച്ച തുകയുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ റൂം ഉണ്ടാവുക. ഓക്കെ, ചില റൂം എന്ന് പറഞ്ഞാൽ നല്ല റൂം ആയിരിക്കും, TV ഒക്കെ ഉണ്ടാവും, AC ഉണ്ടാവും.
അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില റൂം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ജസ്റ്റ് ബേസിക് ഫെസിലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് തരുന്നത്, നമുക്ക് അവര് റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് വ്യത്യാസപ്പെടാം. കൂടുതൽ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ല റൂം കിട്ടും. കുറച്ചാണ് അടക്കുന്നതെങ്കിൽ അത്രയും ഫെസിലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ച തുക ഫൈനൽ ബില്ലുമായി അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു എന്താ പറയാ 2500 രൂപയാണ് ഒരു 2500 രൂപ നമ്മൾ ആദ്യം അടച്ചു എന്ന് വിചാരിക്കാം. ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മുടെ ഫൈനൽ ബില്ല് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പൊ നമ്മൾ ഇനി എത്ര രൂപ അടക്കണം ഡിസ്ചാർജ് ആയി പോകുന്ന ദിവസം? എത്ര രൂപ അടക്കണ്ടേ? കമന്റ് ചെയ്തേ, എത്ര രൂപ അടക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. 7,500 രൂപ അടച്ചാൽ മതി അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു തുക നമ്മുടെ ഫൈനൽ ബില്ലുമായിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ആവും. ഇനി അതുപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് വേണ്ട, പണം അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ പണം അടക്കേണ്ടാത്ത രോഗികൾ ആരൊക്കെയാ? ഏതൊക്കെയാണ് പേഷ്യൻസ്? ക്യാഷ്ലെസ് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. ക്യാഷ്ലെസ് മെത്തേഡ് എന്താ? പൈസ അടക്കേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇൻഷുറൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് ഡെസ്കിൽ പോകണം അല്ലെ? അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും എനിക്ക് തോന്നുന്നു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക ഓഫീസ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ അവിടെയുള്ള ഒരു സ്റ്റാഫ് ഉണ്ടാവും. ഇൻഷുറൻസിന്റെ ഒരു സ്റ്റാഫ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നണമല്ലോ. അതായത് ഇന്ന ഇൻഷുറൻസുകൾ ഇന്ന ഹോസ്പിറ്റലുകളിൽ എടുക്കുന്നുണ്ടാവുള്ളൂ, എല്ലാ ഹോസ്പിറ്റലിലും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അവിടെ ഏതാണോ ഇൻഷുറൻസ് സ്കീം ആ ഹോസ്പിറ്റലിൽ ഉള്ളത് അവിടെയുള്ള ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫ് ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കും. അവരാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യും. TPA എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ്ലെസ് ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്കിൽ ഇരിക്കുന്ന സ്റ്റാഫിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ്, ഇൻഷുറൻസിന്റെ സ്കീം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ എന്ത് ചെയ്യാം? ഇൻഷുറൻസ് സ്കീമിൽ അത് പെടും അല്ലെ? അവര് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ TPA. ഇപ്പൊ ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇനി എങ്ങനെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് രോഗിയെ ചികിത്സിക്കുന്നത്? അതിന്റെ സ്റ്റേജ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. First one, a detailed social and medical history of patient is taken by a physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. അതായത് ഒരു പേഷ്യന്റിന്റെ സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഒരു പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ചരിത്രം അതായത് അദ്ദേഹം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്ന നാള് വരെ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുത്തു, എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എടുക്കുന്നത് ആരാണ്? ഫിസിഷ്യൻ ആണ് എടുക്കുക. അതായത് രോഗിയെ ആരോണോ ചികിത്സിക്കുന്നത് ആ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നാളിതുവരെയുള്ള എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? പേഷ്യന്റ് ടെമ്പറേച്ചർ ഫിസിഷ്യൻ രേഖപ്പെടുത്തും. അതുപോലെ BP, ബ്ലഡ് പ്രഷർ രേഖപ്പെടുത്താറുണ്ട്, പൾസ് രേഖപ്പെടുത്താറുണ്ട്, റെസ്പിറേഷൻ റേറ്റ് രേഖപ്പെടുത്താറുണ്ട്,
അങ്ങനെയുള്ള എല്ലാത്തരം ഡീറ്റെയിൽസും ആരാണ് റെക്കോർഡ് ചെയ്യുക? ഫിസിഷ്യൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the necessary investigation such as X-ray, lab test is done to diagnose the disease and prescribe treatment. എന്താ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്? അതായത് രോഗം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ചികിത്സിക്കുന്നതിനും എക്സ്റേ, ലാബ് പരിശോധന തുടങ്ങിയ ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? അതായത് രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ആ രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടും എക്സ്റേ, ലാബ് തുടങ്ങിയ പരിശോധനകൾ നടത്തുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഫിസിഷ്യൻ വന്ന എല്ലാത്തരം ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നു, എല്ലാത്തരം കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. രണ്ടാമത് ആവശ്യമെങ്കിൽ രോഗം കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ അതിന്റെ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് കൂടുതൽ ടെസ്റ്റുകൾക്ക് രോഗിയെ വിധേയനാക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, those who are admitted to hospital for further investigations and treatment to the concerned ward on the advice of the treating doctor, the ward is designated by the staff at the admission desk and entered in the case sheet. അതായത് കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരം ബന്ധപ്പെട്ട വാർഡിലേക്ക് അയക്കുന്നു. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു രോഗി വരുമ്പോൾ ആ രോഗിയെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ചികിത്സയ്ക്ക് വിധേയരാക്കാനായിട്ട് എന്ത് ചെയ്യണം? ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. ഇത് ആരുടെ അഡ്വൈസ് പ്രകാരമാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്? ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഓക്കെ, ഇനി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ അല്ലെങ്കിൽ അവരുടെയുള്ള സ്റ്റാഫുകൾ എന്താ ചെയ്യുന്നത്? വാർഡ് നിശ്ചയിക്കുകയും അതായത് ഏത് വാർഡാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് റൂമാണ് കൊടുക്കേണ്ടത് നിശ്ചയിക്കുകയും കേസ് ഷീറ്റിൽ അവരുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? 3 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. അതായത് OPD-യിൽ നിന്നും IPD-യിലേക്കുള്ള ക്ലയന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? എങ്ങനെ അവരെ തരംതിരിക്കാം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് clients who are not very ill and are able to work are accompanied to ward by a nurse or attendant. അതായത് അറ്റൻഡർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ OPD-യിൽ നിന്ന് IPD-യിലേക്ക് വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവര് വെരി ഇല്ലല്ല, മീൻസ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അവർക്ക് നടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നടന്നു പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ അവരെ ഈ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നില്ലെങ്കിൽ ഒരു നേഴ്സ് ആയിരിക്കാം, വാർഡ് നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള അറ്റൻഡർ ആയിരിക്കാം. നമുക്കിപ്പോ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള അസുഖം വന്നു, നമുക്ക് എന്താ പറയാ കിടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തീരെ എന്താ പറയാ ആവശ്യത അനുഭവിക്കുന്നവരല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ നടന്നു പോകാം. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ നഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഡർ ആയിരിക്കാം. നമ്മുടെ കൂടെ അവരുണ്ടാകും, നമ്മുടെ കൂടെ നടന്ന് നമ്മൾ അവിടെ കൊണ്ടുചെല്ലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മളെ നമ്മള് അഡ്മിറ്റ് ആക്കേണ്ടത് അവിടെയുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവരായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത്തരത്തിലുള്ള പേഷ്യന്റ് ആണ്. Then second one, wheelchairs should be available for those who are too sick, weak, not able to walk. ഇനി ഭയങ്കരമായിട്ട് സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ്, അവർക്ക് ചിലപ്പോൾ നടക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അവർക്ക് എന്തിന്റെ സഹായം ആവശ്യമാണ്? വീൽ ചെയറിന്റെ സഹായം ആവശ്യമാണ്.
അപ്പൊ വീൽ ചെയറിന്റെ സഹായത്തോടു കൂടി കൊണ്ടുപോകുന്ന പേഷ്യൻസ് ആണത് രണ്ടാമത്തെ ടൈപ്പ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ്. Clients who are brought to hospital on ambulance should be carried to their respective ward on stretchers. ഇനി ചില രോഗികൾ വരുമ്പോൾ അവര് വരുന്നത് എന്താണ്, തീരെ അവശരായിട്ടായിരിക്കും വരുന്നത്. ആംബുലൻസിൽ വരുന്ന രോഗികളായിരിക്കും. അപ്പൊ അവരെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സ്ട്രെച്ചേഴ്സ് വഴിയാണ് അവരെ വാർഡുകളിൽ അല്ലെങ്കിൽ റൂമുകളിൽ എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള പേഷ്യൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 തരം പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നടക്കാൻ കഴിയുന്ന പേഷ്യന്റ് ആണ്. അവർക്ക് ഒരു നഴ്സിന്റെയോ അല്ലെങ്കിൽ അറ്റൻഡറുടെയോ സഹായം മാത്രം മതി. രണ്ടാമത്തെ പേഷ്യൻസ് എന്ന് പറയുന്നത് തീരെ സിക്ക് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അവർക്ക് വീൽ ചെയറിന്റെ ആവശ്യമാണ് വേണ്ടത്. മൂന്നാമത്തെ പേഷ്യൻസ് എന്ന് പറയുന്നത് ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് സ്ട്രെച്ചേഴ്സിന്റെ ഹെൽപ്പ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ 5th പോയിന്റ് പറയുന്നുണ്ട്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. ആ വാർഡിൽ ചുമതലയുള്ള സിസ്റ്റർ ആരാണോ അല്ലെങ്കിൽ നഴ്സ് ആരാണോ അവരാണ് ഇവരെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പോയിന്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? Okay. The next one, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ് നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. അത് തുടങ്ങി 4th പോയിന്റ് വരെ ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു അത് വരെ ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. നോക്കിയേ നിങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നേഴ്സ് എന്താണെന്ന് നോക്കിയേ. അതൊരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ റൂം ആണ്. റൂം റെഡിയാക്കുക. അത് ആരുടെ ഡ്യൂട്ടിയാണ്? നേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. നോക്കിയേ നിങ്ങൾ, ഫസ്റ്റ് പോയിന്റ്, prepare a clean and neat admission room with all necessary items according to the needs of the patient. രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്നതും വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു റൂം തയ്യാറാക്കണം. അതായത് പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റിന്റെ അവസ്ഥ, പേഷ്യന്റ് പലതരത്തിലുള്ള പേഷ്യന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റിന് ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മറ്റു പേഷ്യൻസിന് വേണ്ടി വരില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച്, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യണം? വൃത്തിയുള്ളതും അതുപോലെ തന്നെ പേഷ്യന്റ് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റൂം പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് വൃത്തിയുള്ളതായിട്ടുള്ള ഒരു റൂം തയ്യാറാക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, prepare an appropriate type of bed with the adequate adjusted height of the bed. അതുപോലെ തന്നെ
കിടക്കയുടെ ഉയരം വേണ്ടത്ര ക്രമീകരിക്കുക. അതായത് നമുക്കറിയാം ചില ബെഡുകൾ ഉണ്ട് അല്ലെ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും. ചിലപ്പോൾ അത് ഉയർത്താൻ പറ്റും, റേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡൗൺ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി എന്താ പറയാ പേഷ്യന്റിന്റെ കംഫർട്ടബിൾ അനുസരിച്ച് ആ ബെഡ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്തരത്തില് എന്താണ് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ചെയ്യുക, ബെഡ് അറേഞ്ച്മെന്റ് നടത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഐഡന്റിഫൈ സെൽഫ്. അപ്പൊ നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായല്ലോ പറഞ്ഞത്. ചില പേഷ്യൻസിന് ചിലപ്പോ അധിക നേരം കിടക്കാനൊന്നും പറ്റില്ല, ചിലപ്പോൾ ഇരിക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ കിടക്കണം എന്ന് തോന്നും. അതിനനുസരിച്ച് ബെഡിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. അത് നഴ്സാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തേതാണ് ഐഡന്റിഫൈ സെൽഫ്. വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. അതായത് പേഷ്യന്റിനെ ആയാലും അവരുടെ ഫാമിലിയെ ആയാലും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. രണ്ടാമത്തേത് make the patient comfortable in bed and provide him with hospital clothes and ensure adequate privacy. പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുക. അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാല് പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ബെഡ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ക്ലോത്ത്സ്, ചില ഹോസ്പിറ്റലിൽ ഇന്ന ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വൺ, ലെസൺ ആൻസൈറ്റി ഫിയർ. അതായത് പേഷ്യന്റ് ഭയങ്കരമായിട്ടുള്ള ഭയം ഉണ്ടാവും, പേടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ അഡ്മിറ്റ് ആവുമ്പോഴും. അപ്പൊ ആ ഭയം കുറയ്ക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ പേഷ്യന്റ് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ കുറയ്ക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണോ? നമുക്കിന്ന് ഇത്രയും എടുത്താൽ മതി. ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്, മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങള്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. മാം, റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ അവസാനത്തെ പോയിന്റ് ഒന്നും കൂടെ പറയൂ. അതായത് അത് മനസ്സിലായില്ലേ പറഞ്ഞ, നമ്മൾ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഒരു മിനിമം തുക നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം ക്യാഷ് കൗണ്ടറിൽ. അതനുസരിച്ചിട്ടാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അവര് റെഡിയാക്കി തരുന്നത്. അതിനുശേഷം ഡിസ്ചാർജിന് ശേഷം നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുക ഉണ്ടല്ലോ, അത് ഫൈനൽ ബില്ലുമായി അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ക്യാഷ്ലെസ് റൂട്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മീൻസ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ അവർക്ക് പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇൻഷുറൻസ് കൗണ്ടർ ഉണ്ട്, അവിടെ ചെന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ OPD ഇല്ലേ, അത് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞുതരും. മെഡിക്കൽ എക്സാമിനേഷൻ OPD അല്ലേ? ഓക്കെ, പറഞ്ഞു. അതായത് ഈ ഒരു ചികിത്സയ്ക്കും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനും അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കുമായിട്ട് വരുന്ന പേഷ്യൻസിനെ അവിടെ ഏത് ഡോക്ടറെയാണോ പേഷ്യൻസ് കാണുന്നത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ആക്കുന്നത്. അതിനുശേഷം അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? അവരുടെ കേസ് ഷീറ്റ് റെഡിയാക്കുന്നു. അതുപോലെ തന്നെ അവർ ഏത് റൂമിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ വാർഡിലേക്കാണോ പോകുന്നത് തീരുമാനിക്കുന്നതും അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫുകളാണ്. ഓക്കെ, ഓക്കെ സർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. വൈൻഡപ്പ് ചെയ്തോട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.